ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആശ്വാസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PSC ബുള്ളറ്റിനിൽ നിന്നുള്ള LGS പൊതുവിജ്ഞാനത്തിൽ നിന്നും 100 ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒന്നാം പാർട്ട് ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്നു. അത് പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, ശാസ്ത്രലോകത്തെ മഹാത്മാഗാന്ധി എന്ന് വിക്രം സാരാഭായിയെ വിശേഷിപ്പിച്ചതാര്? APJ അബ്ദുൽ കലാം. ശാസ്ത്രലോകത്തെ മഹാത്മാഗാന്ധി എന്ന് വിക്രം സാരാഭായിയെ വിശേഷിപ്പിച്ചതാര്? APJ അബ്ദുൽ കലാം. 102. കാളിഘട്ട് നഗരത്തിൻ്റെ ഇപ്പോഴത്തെ പേര്? കൊൽക്കത്ത. കാളിഘട്ട് നഗരത്തിൻ്റെ ഇപ്പോഴത്തെ പേര്? കൊൽക്കത്ത. കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം? ഗുജറാത്ത്. ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. 4. കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി? അടൽ ബിഹാരി വാജ്പേയി. കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി. 5. കാമിനി റിയാക്ടർ എവിടെയാണ്? കൽപ്പാക്കം, തമിഴ്നാട്. കാമിനി റിയാക്ടർ എവിടെയാണ്? കൽപ്പാക്കം, തമിഴ്നാട്. 6. കാർഗിൽ യുദ്ധം നടന്ന വർഷം? 1999. കാർഗിൽ യുദ്ധം നടന്ന വർഷം 1999. 7. കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? പഞ്ചാബ്. കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്. 8. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത? മീരാബായ്. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത മീരാബായ്. 9. ശാന്തിവൻ ആരുടെ സമാധി സ്ഥലമാണ്? നെഹ്റു. ശാന്തിവൻ ആരുടെ സമാധി സ്ഥലമാണ്? നെഹ്റു. 10. കാശ്മീർ കരാറിൽ ഒപ്പുവെച്ച രാജാവ്? ഹരിസിംഗ്. കാശ്മീർ കരാറിൽ ഒപ്പുവെച്ച രാജാവ് ഹരിസിംഗ്. 11. ശക്തിസ്ഥലിൽ അന്ത്യനിദ്ര കൊള്ളുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി. ശക്തിസ്ഥലിൽ അന്ത്യനിദ്ര കൊള്ളുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 12. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം? 1986. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 1986. 13. വ്യാവസായികമായി ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം? മഹാരാഷ്ട്ര. വ്യാവസായികമായി ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. 14. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാൻ കോത്താരി കമ്മീഷൻ നിലവിൽ വന്ന വർഷം? 1964. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാൻ കോത്താരി കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1964. 15. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായി ഒരു ഉപഗ്രഹം വിക്ഷേപിച്ച ആദ്യത്തെ രാജ്യം? ഇന്ത്യ. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായി ഒരു ഉപഗ്രഹം വിക്ഷേപിച്ച ആദ്യത്തെ രാജ്യം? ഇന്ത്യ. 16. വിജയഘട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്? ലാൽ ബഹദൂർ ശാസ്ത്രി. വിജയഘട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി. 17. വിശ്വാസപ്രമേയത്തിൽ പരാജയപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി? VP സിംഗ്. വിശ്വാസപ്രമേയത്തിൽ പരാജയപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി VP സിംഗ്. 18. വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ രചിച്ചത്? നീലം സഞ്ജീവ റെഡ്ഡി. വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ രചിച്ചത് നീലം സഞ്ജീവ റെഡ്ഡി. 19. വിഭജനത്തോടെ ഏത് തുറമുഖം പാകിസ്ഥാന് ലഭിച്ചതിനാലാണ് കാണ്ഡ്ല തുറമുഖം ഇന്ത്യ വികസിപ്പിച്ചത്? കറാച്ചി. വിഭജനത്തോടെ ഏത് തുറമുഖം പാകിസ്ഥാന് ലഭിച്ചതിനാലാണ് കാണ്ഡ്ല തുറമുഖം ഇന്ത്യ വികസിപ്പിച്ചത്? കറാച്ചി. 20. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം? ഡെറാഡൂൺ. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം ഡെറാഡൂൺ. 21. ഓൾ ഇന്ത്യ റേഡിയോയുടെ പേര് ആകാശവാണി എന്ന് മാറ്റിയ വർഷം? 1957. ഓൾ ഇന്ത്യ റേഡിയോയുടെ പേര് ആകാശവാണി എന്ന് മാറ്റിയ വർഷം 1957. 22. ഓൾ ഇന്ത്യ റേഡിയോ നിലവിൽ വന്ന വർഷം? 1936. ഓൾ ഇന്ത്യ റേഡിയോ നിലവിൽ വന്ന വർഷം 1936. 23. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ ഇപ്പോൾ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യ ഗേറ്റ്. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ ഇപ്പോൾ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യ ഗേറ്റ്. 24. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സമയത്ത് കരസേനാ തലവനായിരുന്നത്? ജനറൽ AS വൈദ്യ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സമയത്ത് കരസേനാ തലവനായിരുന്നത് ജനറൽ AS വൈദ്യ. 25. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്ന വർഷം? 1984. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്ന വർഷം 1984. 26. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ? സരോജിനി നായിഡു. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ സരോജിനി നായിഡു. 27. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയായ ആദ്യ മലയാളി വനിത? ജാനകി രാമചന്ദ്രൻ. MGRൻ്റെ പത്നിയായിരുന്ന അവർ വൈക്കം സ്വദേശിയായിരുന്നു. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയായ ആദ്യ മലയാളി വനിത ജാനകി രാമചന്ദ്രൻ.
28 വർഗീയ കലാപം നേരിടാനുള്ള സേന ദ്രുതകർമ്മസേന. വർഗീയ കലാപം നേരിടാനുള്ള സേന ദ്രുതകർമ്മസേന. 29 ഒന്നാം ലോക്സഭയിൽ കോൺഗ്രസ് പാർട്ടി നേടിയ സീറ്റുകൾ 364. ഒന്നാം ലോക്സഭയിൽ കോൺഗ്രസ് പാർട്ടി നേടിയ സീറ്റുകൾ 364. 30 ഒന്നാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ KC നിയോഗി. ഒന്നാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ KC നിയോഗി. 31 വനാഞ്ചൽ എന്നും അറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. വനാഞ്ചൽ എന്നും അറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. 32 വധിക്കപ്പെട്ട ആദ്യ കേന്ദ്രമന്ത്രി LN മിശ്ര. LN മിശ്ര. വധിക്കപ്പെട്ട ആദ്യ കേന്ദ്രമന്ത്രി LN മിശ്ര. 33 ഏത് വൈസ് പ്രസിഡന്റ് രാജിവെച്ചപ്പോഴാണ് ചീഫ് ജസ്റ്റിസ് ഹിദായത്തുള്ള ആക്ടിംഗ് പ്രസിഡന്റായത്? VV ഗിരി. ഏത് വൈസ് പ്രസിഡന്റ് രാജിവെച്ചപ്പോഴാണ് ചീഫ് ജസ്റ്റിസ് ഹിദായത്തുള്ള ആക്ടിംഗ് പ്രസിഡന്റായത്? VV ഗിരി. 34 ഏതു രാജ്യത്താണ് അഡ്മിറൽ ഗോഷ്കോവ് എന്ന വിമാനവാഹിനി കപ്പൽ ഇന്ത്യക്ക് കൈമാറുന്നത്? റഷ്യ. ഏത് രാജ്യമാണ് അഡ്മിറൽ ഗോഷ്കോവ് എന്ന വിമാനവാഹിനി കപ്പൽ ഇന്ത്യക്ക് കൈമാറുന്നത്? റഷ്യ. 35 ഏതു രാജ്യമാണ് അന്റാർട്ടിക്ക പര്യടനത്തിനായി ഇന്ത്യക്ക് MV പോളാർ സർക്കിൾ എന്ന വാഹനം നൽകിയത്? നോർവേ. ഏത് രാജ്യമാണ് അന്റാർട്ടിക്ക പര്യടനത്തിനായി ഇന്ത്യക്ക് MV പോളാർ സർക്കിൾ എന്ന വാഹനം നൽകിയത്? നോർവേ. 36 ഏത് രാജ്യത്തിനാണ് മാനുഷിക പരിഗണനയുടെ പേരിൽ ഇന്ത്യ തീൻ ബിഗ കോറിഡോർ വിട്ടുകൊടുത്തത്? ബംഗ്ലാദേശ്. ഏത് രാജ്യത്തിനാണ് മാനുഷിക പരിഗണനയുടെ പേരിൽ ഇന്ത്യ തീൻ ബിഗ കോറിഡോർ വിട്ടുകൊടുത്തത്? ബംഗ്ലാദേശ്. 37 ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ് 1983 ഒളിമ്പിക്സ് ഓർഡർ ലഭിച്ചത്? ഇന്ദിരാഗാന്ധി. ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ് 1983 ഒളിമ്പിക്സ് ഓർഡർ ലഭിച്ചത്? ഇന്ദിരാഗാന്ധി. 38 ഏതുതരം ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരമാണ് അക്മാർക്ക് സൂചിപ്പിക്കുന്നത്? കാർഷികോൽപ്പന്നങ്ങൾ. ഏതുതരം ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരമാണ് അക്മാർക്ക് സൂചിപ്പിക്കുന്നത്? കാർഷികോൽപ്പന്നങ്ങൾ. 39 ഏതു സേനയുടെ തലവനാണ് അഡ്മിറൽ? നാവികസേന. ഏതു സേനയുടെ തലവനാണ് അഡ്മിറൽ? നാവികസേന. 40 ഏതു സംസ്ഥാനം വിഭജിച്ചാണ് ജാർഖണ്ഡ് രൂപീകരിച്ചത്? ബീഹാർ. ഏതു സംസ്ഥാനം രൂപീകരിച്ചാണ് ജാർഖണ്ഡ് രൂപവത്കരിച്ചത്? ബീഹാർ. 41 ഏതു സംസ്ഥാനം വിഭജിച്ചാണ് ഛത്തീസ്ഗഡ് രൂപവത്കരിച്ചത്? മധ്യപ്രദേശ്. ഏതു സംസ്ഥാനം വിഭജിച്ചാണ് ഛത്തീസ്ഗഡ് രൂപവത്കരിച്ചത്? മധ്യപ്രദേശ്. 42 ഏതു സംസ്ഥാനം വിഭജിച്ചാണ് മഹാരാഷ്ട്രയും ഗുജറാത്തും രൂപം കൊണ്ടത്? ബോംബെ. ഏതു സംസ്ഥാനം വിഭജിച്ചാണ് മഹാരാഷ്ട്രയും ഗുജറാത്തും രൂപം കൊണ്ടത്? ബോംബെ. 43 ഏതു സംസ്ഥാനത്താണ് ചാന്ദിപൂർ ഓൺ സി ഒറീസ? ഏതു സംസ്ഥാനത്താണ് ചാന്ദിപൂർ ഓൺ സി ഒറീസ? 44 ഏതു സംഘടനയ്ക്കാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സമർപ്പിക്കുന്നത്? ഐക്യരാഷ്ട്ര സംഘടന. ഏതു സംഘടനയ്ക്കാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സമർപ്പിച്ചിരിക്കുന്നത്? ഐക്യരാഷ്ട്ര സംഘടന. 45 ഏതെങ്കിലും ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി VP മേനോൻ. ഏതെങ്കിലും ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി VP മേനോൻ. 46 ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിൽ തിഹാർ. ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിൽ തിഹാർ. 47 ഏകതാ സ്ഥലിൽ അന്ത്യനിദ്ര കൊള്ളുന്ന പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗ്. ഗ്യാനി സെയിൽ സിംഗ് ആണ് ഏകതാ സ്ഥലിൽ അന്ത്യനിദ്ര കൊള്ളുന്നത്. 48 ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് ജവഹർലാൽ നെഹ്റു. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് ജവഹർലാൽ നെഹ്റു. 49 സ്വതന്ത്ര ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വ്യക്തി മഹാത്മാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വ്യക്തി മഹാത്മാഗാന്ധി. 50 ഏറ്റവും കൂടുതൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ രാഷ്ട്രപതിയായത് KR നാരായൺ. ഏറ്റവും കൂടുതൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ രാഷ്ട്രപതിയായത് KR നാരായൺ. 51 ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ഉപരാഷ്ട്രപതിയായത് KR നാരായൺ. ഏറ്റവും കൂടുതൽ വോട്ട് നേടി ഉപരാഷ്ട്രപതിയായതും KR നാരായൺ. 52 ഏറ്റവും കൂടുതൽ കാലം ലോകസഭയിൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നത് ഫ്രാങ്ക് ആൻ്റണി. ഏറ്റവും കൂടുതൽ കാലം ലോകസഭയിൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നത് ഫ്രാങ്ക് ആൻ്റണി. 53 ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായിരുന്നത് രാജേന്ദ്ര പ്രസാദ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായിരുന്നത് രാജേന്ദ്ര പ്രസാദ്. 54 ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ ചീഫ് ജസ്റ്റിസായി തുടരാൻ ഭാഗ്യം ലഭിച്ച ചീഫ് ജസ്റ്റിസ് YV ചന്ദ്രചൂഡ്.
ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ ചീഫ് ജസ്റ്റിസായി തുടരാൻ ഭാഗ്യം ലഭിച്ച ചീഫ് ജസ്റ്റിസാണ് YV ചന്ദ്രചൂഡ്. 55. ഏറ്റവും കൂടുതൽ പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി ജവഹർലാൽ നെഹ്റു. ഏറ്റവും കൂടുതൽ പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി ജവഹർലാൽ നെഹ്റു. 56. ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. 57. ഏറ്റവും കൂടിയ പ്രായത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് മൊറാർജി ദേശായി. ഏറ്റവും കൂടിയ പ്രായത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് മൊറാർജി ദേശായി. 58. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് VV ഗിരി. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് VV ഗിരി. 59. ഏറ്റവും കുറച്ചു കാലം ഉപരാഷ്ട്രപതി സ്ഥാനം വഹിച്ചത് VV ഗിരി. ഏറ്റവും കുറച്ചു കാലം ഉപരാഷ്ട്രപതി സ്ഥാനം വഹിച്ചത് VV ഗിരി. 60. ഏറ്റവും കുറച്ചു കാലം ഇന്ത്യൻ പ്രസിഡന്റായിരുന്നത് ഡോക്ടർ സക്കീർ ഹുസൈൻ. ഏറ്റവും കുറച്ചു കാലം ഇന്ത്യൻ പ്രസിഡന്റായിരുന്നത് ഡോക്ടർ സക്കീർ ഹുസൈൻ. 61. ഏറ്റവും അവസാനം സ്വതന്ത്ര ഇന്ത്യയുമായി കൂട്ടിച്ചേർക്കപ്പെട്ട വിദേശ കോളനി ഗോവ. ഏറ്റവും അവസാനം സ്വതന്ത്ര ഇന്ത്യയുമായി കൂട്ടിച്ചേർക്കപ്പെട്ട വിദേശ കോളനിയാണ് ഗോവ. 62. ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി. ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി. 63. ഏറ്റവും പ്രായം കുറഞ്ഞ ലോക്സഭാ സ്പീക്കർ GMC ബാലയോഗി. ഏറ്റവും പ്രായം കുറഞ്ഞ ലോക്സഭാ സ്പീക്കറാണെങ്കിൽ GMC ബാലയോഗി. 64. ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. 65. ഏറ്റവും പ്രായം കുറഞ്ഞ ഭാരതരത്ന ജേതാവ് സച്ചിൻ ടെണ്ടുൽക്കർ. ഏറ്റവും പ്രായം കുറഞ്ഞ ഭാരതരത്ന ജേതാവ് സച്ചിൻ ടെണ്ടുൽക്കർ. 66. ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ട ഭരണഘടകം സിക്കിം. ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ട ഭരണഘടകം സിക്കിം. 67. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡി. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡി. 68. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ രാധാകൃഷ്ണൻ. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ രാധാകൃഷ്ണൻ. 69. MGRന്റെയും അണ്ണാദുരൈയുടെയും ജയലളിതയുടെയും സമാധിസ്ഥലം ചെന്നൈയിലെ മറീന ബീച്ച്. MGRന്റെയും അണ്ണാദുരൈയുടെയും ജയലളിതയുടെയും സമാധിസ്ഥലം ചെന്നൈയിലെ മറീന ബീച്ച്. 70. MS സ്വാമിനാഥൻ പ്രസിദ്ധി നേടിയ മണ്ഡലം കൃഷിശാസ്ത്രം. MS സ്വാമിനാഥൻ പ്രസിദ്ധി നേടിയ മണ്ഡലം കൃഷിശാസ്ത്രം. 71. എജുസാറ്റ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് എവിടെ നിന്നുമാണ്? ശ്രീഹരിക്കോട്ട. എജുസാറ്റ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് എവിടെ നിന്നുമാണ്? ശ്രീഹരിക്കോട്ട. 72. എവിടെ വച്ചാണ് ഡോക്ടർ അംബേദ്കർ അനുയായികളോടൊപ്പം ബുദ്ധമതം സ്വീകരിച്ചത്? നാഗ്പൂർ. എവിടെ വെച്ചാണ് ഡോക്ടർ അംബേദ്കർ അനുയായികളോടൊപ്പം ബുദ്ധമതം സ്വീകരിച്ചത്? നാഗ്പൂർ. 73. എവറസ്റ്റ് കൊടുമുടി 17 തവണ കയറി റെക്കോർഡ് സൃഷ്ടിച്ച പർവ്വത ആരോഹകൻ അപ്പെ ഷെർപ്പ. എവറസ്റ്റ് കൊടുമുടി 17 തവണ കയറി റെക്കോർഡ് സൃഷ്ടിച്ച പർവ്വത ആരോഹകനാണ് അപ്പെ ഷെർപ്പ. 74. എമിനന്റ് ഇന്ത്യൻസ് രചിച്ചത് ശങ്കർ ദയാൽ ശർമ്മ. എമിനന്റ് ഇന്ത്യൻസ് രചിച്ചത് ശങ്കർ ദയാൽ ശർമ്മ. 75. എല്ലാ വോട്ടർമാർക്കും തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്ത ആദ്യ സംസ്ഥാനം ഹരിയാന. എല്ലാ വോട്ടർമാർക്കും തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്ത ആദ്യ സംസ്ഥാനം ഹരിയാന. 76. NDWവിൻ്റെ പൂർണ്ണരൂപം നാഷണൽ കമ്മീഷൻ ഫോർ വിമൺ. NDWവിൻ്റെ പൂർണ്ണരൂപം നാഷണൽ കമ്മീഷൻ ഫോർ വിമൺ. 77. NDA സർക്കാരിൻ്റെയും കോൺഗ്രസിൻ്റെയും പിന്തുണയോടെ പ്രസിഡന്റായ വ്യക്തി APJ അബ്ദുൽ കലാം. NDA സർക്കാരിൻ്റെയും കോൺഗ്രസിൻ്റെയും പിന്തുണയോടെ പ്രസിഡന്റായ വ്യക്തിയാണ് APJ അബ്ദുൽ കലാം. 78. എന്നു മുതലാണ് ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിക്കുന്നത്? 1962. എന്നു മുതലാണ് ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിക്കുന്നത്? 1962 മുതൽ. 79. എത്ര വർഷത്തെ ഇടവേളയിലാണ് ഇന്ത്യയിൽ സെൻസസ് എടുക്കുന്നത്? 10. എത്ര വർഷത്തെ ഇടവേളയിലാണ് ഇന്ത്യയിൽ സെൻസസ് എടുക്കുന്നത്? 10. 80ാമത്തെ ചോദ്യം. എനർജി ആക്ടിവേഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം? 2002 മാർച്ച്. എനർജി ആക്ടിവേഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത്
2002 മാർച്ച്. 81 APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദേശം രാമേശ്വരം. APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദേശം രാമേശ്വരം. 82 APJ അബ്ദുൽ കലാമിൻ്റെ പൂർണ്ണനാമം അബുൽ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമിൻ്റെ പൂർണ്ണനാമം അബുൽ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം. 83 APJ അബ്ദുൽ കലാമിനെതിരെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ക്യാപ്റ്റൻ ലക്ഷ്മി. APJ അബ്ദുൽ കലാമിനെതിരെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ക്യാപ്റ്റൻ ലക്ഷ്മി. 84 ലിബർഹാൻ കമ്മീഷൻ എന്തിനെക്കുറിച്ചാണ് അന്വേഷിച്ചത്? ബാബറി മസ്ജിദ് തകർക്കൽ. ബാബറി മസ്ജിദ് തകർക്കലിനെ കുറിച്ചാണ് ലിബർഹാൻ കമ്മീഷൻ അന്വേഷിച്ചത്. 85 ലാഹോർ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി AB വാജ്പേയി. ലാഹോർ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി AB വാജ്പേയി. 86 ലാഹോർ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത് അടൽ ബിഹാരി വാജ്പേയി. ലാഹോർ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത് അടൽ ബിഹാരി വാജ്പേയി. 87 ലാൽ ബഹദൂർ ശാസ്ത്രി അന്ത്യവിശ്രമം കൊള്ളുന്നത് വിജയ്ഘട്ടിലാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി അന്ത്യവിശ്രമം കൊള്ളുന്നത് വിജയ്ഘട്ടിൽ. 88 ലത്തൂർ ഭൂകമ്പം നടന്ന വർഷം. ലത്തൂർ ഭൂകമ്പം നടന്ന വർഷം 1993. 1993 ലത്തൂർ ഭൂകമ്പം 1993. 89 റൂർക്കേല സ്റ്റീൽ പ്ലാന്റിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ജർമ്മനി. റൂർക്കേല സ്റ്റീൽ പ്ലാന്റിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ജർമ്മനി. 90 റാണിഗഞ്ച് കൽക്കരി പാടം ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. റാണിഗഞ്ച് കൽക്കരി പാടം ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. 91 ഉത്തരേന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല അജ്മീർ. ഉത്തരേന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല അജ്മീർ. 92 ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനം ഡെറാഡൂൺ. ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനം ഡെറാഡൂൺ. 93 ഉത്തർപ്രദേശിന് പുറത്ത് സംസ്കരിക്കപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. ഉത്തർപ്രദേശിന് പുറത്ത് സംസ്കരിക്കപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. 94 ഉത്തർപ്രദേശിന് പുറത്തു ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. ഉത്തർപ്രദേശിന് പുറത്തു ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. 95 ഉത്തർപ്രദേശിന് പുറത്തുള്ള മണ്ഡലത്തിൽ നിന്നും ജയിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് മൊറാർജി ദേശായി. ഉത്തർപ്രദേശിന് പുറത്തുള്ള മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് മൊറാർജി ദേശായി. 96 ഉത്തർപ്രദേശിലെ ഫിറോസാബാദ് എന്തിനാണ് പ്രസിദ്ധം? ഗ്ലാസ് വ്യവസായം. ഉത്തർപ്രദേശിലെ ഫിറോസാബാദ് എന്തിനാണ് പ്രസിദ്ധം? ഗ്ലാസ് വ്യവസായം. 97 ഉത്തർപ്രദേശിൻ്റെയും ഉത്തരാഖണ്ഡിൻ്റെയും മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് ND തിവാരി. ഉത്തർപ്രദേശിൻ്റെയും ഉത്തരാഖണ്ഡിൻ്റെയും മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് ND തിവാരി. 98 ഉത്തർപ്രദേശിൻ്റെ പഴയ പേര് യുണൈറ്റഡ് പ്രൊവിൻസ്. ഉത്തർപ്രദേശിൻ്റെ പഴയ പേര് യുണൈറ്റഡ് പ്രൊവിൻസ്. 99 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചത് ജംഷഡ്ജി ടാറ്റ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചത് ജംഷഡ്ജി ടാറ്റ. 100ാമത്തെ ചോദ്യം ഉപഗ്രഹം തിരിച്ചിറക്കുന്ന സാങ്കേതികവിദ്യ കരസ്ഥമാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4 ഉപഗ്രഹം തിരിച്ചിറക്കുന്ന സാങ്കേതികവിദ്യ കരസ്ഥമാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4. അപ്പോൾ ഇന്നത്തെ 100 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും എന്നെ അത് അറിയിക്കുക. അതുപോലെ നിങ്ങൾ ആരെങ്കിലും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക് യു.